ഹരി ഓം. ദശകം 69, ശ്ലോകം 7. കാപി ഗണ്ഡഭുവി സന്നിധായ നിജ ഗണ്ഡമാകുലിതകുണ്ടലം പുണ്യപൂരനിധിരന്വവാപതവ പൂഗചർവിതരസാമൃതം ഇന്ദിരാവിഹൃതി മന്ദിരം ഭുവന സുന്ദരം ഹി നടനാന്തരേ ത്വാമവാപ്യദധുരംഗനാ കിമുന സമ്മദോന്മദദശാന്തരം. അപ്പോൾ ഒന്ന് പിരിച്ചു നോക്കാം. കാപി ഗണ്ഡഭുവി സന്നിധായ നിജ ഗണ്ഡം ആകുലിത കുണ്ടലം. നിജ ഗണ്ഡം ആകുലിത കുണ്ടലം. നിജഗണ്ഡമാകുലിത കുണ്ടലം. കാപി ഗണ്ഡഭുവി സന്നിധായ നിജഗണ്ഡമാകുലിത കുണ്ടലം. ഗണ്ഡാന്നും നിജഗണ്ഡ അങ്ങനെ പറയരുത്. ഇത് ഗണ്ഡ, ണായും ഡായുമാണ്. അപ്പം ഗണ്ഡഭുവി. കാപി ഗണ്ഡഭുവി പുണ്യ പൂര നിധി അന്വവാപ. പുണ്യ പൂര നിധി അന്വവാപ. പുണ്യപൂരനിധിരന്വവാപ. പുണ്യപൂരനിധിരന്വവാപ തവ പൂഗ ചർവിത രസ അമൃതം. രസാമൃതം. പൂഗചർവിത രസാമൃതം. പുണ്യപൂരനിധിരന്വവാപ തവ പൂഗചർവിത രസാമൃതം. ഇന്ദിരാ വിഹൃതി മന്ദിരം. ഇന്ദിരാവിഹൃതി മന്ദിരം ഭുവന സുന്ദരം. ഭുവനസുന്ദരം ഹി നടന അന്തരേ. നടനാന്തരേ. ഇന്ദിരാവിഹൃതി മന്ദിരം ഭുവനസുന്ദരം ഹി നടനാന്തരേ ത്വാം അവാപ്യ. ത്വാമവാപ്യ ദധുഹു അംഗനാഹ. ദധുഹു അംഗനാഹ. ദധുരംഗനാഹ കിമു ന സമ്മദ ഉന്മദ ദശാ അന്തരം. സന്മദ സമ്മദ സന്മദ അല്ല സമ്മദ ഉന്മദ ദശാ അന്തരം. സമ്മദോന്മദ ദശാന്തരം. ത്വാമവാപ്യ ദധുരംഗനാ കിമു ന സമ്മദോന്മദ ദശാന്തരം. ശ്ലോകം 7 അന്വയവും അർത്ഥവും. പുണ്യപൂരനിധി കാപി ആകുലിതകുണ്ടലം നിജഗണ്ഡം ഗണ്ഡഭുവി സന്നിധായ തവ പൂഗചർവിതരസാമൃതം അന്വവാപ അംഗനാഹ ഇന്ദിരാവിഹൃതി മന്ദിരം ഭുവനസുന്ദരം ഹി ത്വാം അവാപ്യ നടനാന്തരേ കിമു സമ്മദോന്മദദശാന്തരം ന ദദുഹു. പുണ്യപൂരനിധി കാപി ഒരു സുഹൃതപ്രവാഹത്തിന് ഇരിപ്പിടമായ ഒരുവൾ, ഒരു ഗോപിക. അപ്പം അവൾ ആ സുഹൃതപ്രവാഹത്തിന് ഇരിപ്പിടമാണ്. അതുകൊണ്ടാണ് അവൾക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ സാധിച്ചത്. അതാണ് പുണ്യപൂരനിധി കാപി. ആ സുഹൃതപ്രവാഹത്തിന് ഇരിപ്പിടമായ ഒരുവൾ, ഒരു ഗോപിക ആകുലിത കുണ്ടലം. ആ കർണാഭരണങ്ങൾ കിടന്ന് ആടവേ, ആ ചെവിയിലിട്ടിരിക്കുന്ന അവളുടെ ആഭരണം കിടന്ന് ആടുന്നുണ്ട്. നിജഗണ്ഡം ഗണ്ഡഭുവി സന്നിധായ. അങ്ങനെ കർണാഭരണങ്ങൾ കിടന്നാടവേ തൻ്റെ ആ കവിൾത്തടം അങ്ങയുടെ കവിൾത്തടത്തിൽ ചേർത്ത് അമർത്തി വെച്ചു. ആ അവളുടെ കവിൾത്തടം, ആ ഗോപികയുടെ കവിൾത്തടം ഭഗവാന്റെ കവിൾത്തടത്തിൽ ചേർത്ത് അമർത്തി വെച്ച് തവ പൂഗചർവിതരസാമൃതം അന്വവാപ. തവ അങ്ങയുടെ ആ അമൃതം പോലെ ആസ്വാദ്യമായ പൂഗചർവിതരസത്തെ വായ കൊണ്ടനുഭവിച്ചു. ആ ഭഗവാൻ ചവയ്ക്കുന്ന ആ താമ്പൂലം, അത് ഒരുപാട് കൂട്ടുകളൊക്കെ ചേർത്താണ് ഭഗവാൻ ചവയ്ക്കുന്നത്. നല്ല മണമാണതിന്. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാൻ ചവയ്ക്കുന്ന ആസ്വാദ്യമായ
ആ പൂകചർവിത രസത്തെ വായ കൊണ്ട് അനുഭവിച്ചു ആ ഗോപസ്ത്രീ. അങ്കനാഹ ഇന്ദിരാവിഹൃതി മന്ദിരം ഭുവനസുന്ദരം ഹി ത്വാമവാപ്യ. അങ്കനാഹ ഇങ്ങനെ ഈ ഗോപസ്ത്രീകൾ ഇന്ദിരാവിഹൃതി മന്ദിരം ആ ശ്രീഭഗവതിയുടെ വിഹാരത്തിനാസ്പദവും ഭുവനസുന്ദരം ഹി ആ ലോകൈക സുന്ദരനും തന്നെയായ ആ ശ്രീഭഗവതിയുടെ വിഹാരത്തിനാസ്പദവും ലോകൈക സുന്ദരനും തന്നെയായ അങ്ങയെ ത്വാം അവാപ്യ അങ്ങയെ ഓരോരോ പ്രകാരത്തിൽ അനുഭവിപ്പാൻ കിട്ടിയിട്ട് നടനാന്തരേ കിമു സമ്മതോന്മദശാന്തരം നദതുഹു. നടനാന്തരേ കിമു സമ്മതോന്മദശാന്തരം നദതുഹു. ഈ നടനത്തിനിടയ്ക്ക് എന്തെന്ത് സന്തോഷ സമ്മോഹന സ്വരൂപമായ ആ അവസ്ഥാവിശേഷത്തെ നേടിയില്ല എന്ന് വെച്ചാൽ അവർ നേടി. അവർ അങ്ങനൊരു സന്തോഷകരമായ പറയാൻ സാധിക്കാത്ത പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിട്ടുള്ള അവസ്ഥാവിശേഷത്തെ പ്രാപിച്ചു. അപ്പോൾ മറ്റൊരു ഭാഗ്യവതിയായ ഗോപിക ഈ കുണ്ടലങ്ങൾ കിടന്ന് ആടി കളിക്കും വണ്ണം അവളുടെ ആ കവിൾത്തടത്തെ അങ്ങയുടെ കവിളിനോട് ചേർത്ത് വെച്ചിട്ട് അമൃതിന് തുല്യമായ അങ്ങയുടെ ആ താമ്പൂല രസത്തെ സ്വന്തം വായ കൊണ്ട് ആസ്വദിച്ചു. അങ്ങനെ ഈ ഗോപികകൾ ആ ലോകൈക സുന്ദരനും ശ്രീഭഗവതിയുടെ ആ വിഹാരരംഗവുമായിരിക്കുന്ന അങ്ങയെ രാസക്രീഡാ നർത്തനത്തിനിടയ്ക്ക് ഓരോരോ രീതിയിൽ പ്രാപിച്ചിട്ട് സന്തോഷത്താൽ ഭ്രാന്തമായിരിക്കുന്ന എന്തെന്തവസ്ഥയെ പ്രാപിച്ചില്ല എന്നുവെച്ചാൽ പ്രാപിച്ചു എന്ന് സാരം. കാപി ഗണ്ഡഭുവി സന്നിധായ നിജ ഗണ്ഡമാകുലിതകുണ്ടലം പുണ്യപൂരനിധിരന്വവാപതവ പൂഗചർവിതരസാമൃതം ഇന്ദിരാവിഹൃതി മന്ദിരം ഭുവന സുന്ദരം ഹി നടനാന്തരേ ത്വാമവാപ്യദധുരംഗനാ കിമുന സമ്മതോന്മദശാന്തരം.